നമസ്കാരം, പുത്തൻ യുഗത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ. എന്നാൽ വാട്സാപ്പ് ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിക്ക് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ നമ്പർ നമ്മൾ ആദ്യം ഫോണിൽ സേവ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നമ്പർ സേവ് ചെയ്യാതെ വാട്സാപ്പിലൂടെ നമുക്ക് മെസ്സേജുകൾ അയക്കാം. അത് എങ്ങനെ എന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രണ്ട് മാർഗത്തിലൂടെ നമുക്ക് ഫോണിൽ നമ്പർ സേവ് ചെയ്യാതെ വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കാം. നമ്പർ 1, ഫോണിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം wa.me/country കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്പർ അടിക്കുക. ഉദാഹരണത്തിന് ഇന്ത്യൻ നമ്പർ ആണെങ്കിൽ നമ്പറിൻ്റെ ആദ്യത്തേതിൽ 91 എന്ന് ചേർക്കുക. നമ്പറെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത നമ്പർ കാണിച്ചുകൊണ്ട് വാട്സാപ്പിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആകും. ഇനി അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത നമ്പർ അതുതന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ടു വാട്സാപ്പ് എന്ന മെസ്സേജിൽ കണ്ടിന്യൂ എന്നതിലോ അല്ലെങ്കിൽ കണ്ടിന്യൂ ടു ചാറ്റ് എന്നതിലോ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ കണ്ടിന്യൂ ടു വാട്സാപ്പ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ സേവ് ചെയ്യാത്ത വ്യക്തിയുടെ വാട്സാപ്പ് പ്രൊഫൈൽ ഓപ്പൺ ആകും. ഇനി നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം, മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം. നമ്പർ 2, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള നമ്പർ സുഹൃത്തിന് മെസ്സേജായി അയക്കുക. നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം 00, അതിനുശേഷം കൺട്രി കോഡ്, എന്നിട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. ഇതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് കൊടുക്കുക. ഇനി ആ സെൻഡ് ചെയ്ത നമ്പറിൻ്റെ മുകളിൽ ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ 3 ഓപ്ഷനുകൾ വരും. അതിൽ ചാറ്റ് വിത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ ആ വ്യക്തിയുടെ വാട്സാപ്പ് പ്രൊഫൈൽ ഓപ്പൺ ആകും. ഇനി നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം, കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.